നീ പറഞ്ഞിട്ടില്ലേ ഏത് തൊഴിലും എന്റെ മഹത്വമുണ്ടെന്ന്? മോഷ്ടിച്ചിട്ടൊന്നുമല്ലോ നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ പോരുന്നത് അല്ലേ? അച്ഛൻ വൈകുന്നേരം വീട്ടിൽ വന്ന് ഓഫീസിലെ തിരക്കുകൾ പറഞ്ഞ് ബുദ്ധിമുട്ടുമ്പോൾ എൻ്റെ നെഞ്ച് തകരുന്നൊരു വേദനയുണ്ട് മനു. അത് നിനക്കറിയില്ല. അന്ന് നമുക്കൊരു തെറ്റ് സംഭവിച്ചു. ഇനി അങ്ങനെ തെറ്റ് സംഭവിച്ചുകൂടാ. എനിക്ക് നന്നായി പഠിക്കണം, നല്ലൊരു ജോലി വാങ്ങണം. നമ്മുടെ ഇപ്പോഴത്തെ ഈ ബന്ധം അതിനൊരു തടസ്സമാണ് മനു. ഞാനിപ്പോൾ തന്നെ പഠിക്കാൻ വളരെയേറെ പുറകോട്ടാണ്. ഇനി അത് പറ്റില്ല. അപ്പോ അതെ, നമുക്ക് ഈ ബന്ധം അവസാനിപ്പിക്കണം. നീ എന്നെ സത്യസന്ധമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ കൂടെ വെയിറ്റ് ചെയ്യും. എനിക്കിപ്പോ അത്രേ പറയാൻ കഴിയും. രേവതി, അപ്പൊ നമ്മുടെ റിലേഷൻ ഇനി നമ്മൾ തമ്മിൽ കാണരുത്, ഫോണിലും വിളിക്കരുത്. ഞാൻ നമ്പർ മാറ്റാൻ പോവാ. ഞാൻ പോകുന്നു. ഏയ്, അപ്പൊ നീ എന്നെ ഒരിക്കലും വിളിക്കില്ല? അപ്പോ നമ്മുടെ ഈ ഓർമ്മ, ഇത് ഞാൻ എന്ത് ചെയ്യണം? മനു, നീ എന്തിനാ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? ഇപ്പൊ ഇവിടെ സംഭവിച്ചില്ലേ? നീ എല്ലാം ഇട്ടറിഞ്ഞ് പോവാൻ ഭാവിച്ചില്ലേ? അങ്ങനെ സംഭവിക്കാതിരിക്കാൻ. അങ്ങനെയൊക്കെ സംഭവിക്കും നേരത്തെ അറിയാവുന്നതുകൊണ്ട് ഒരു കരുതൽ. എന്തിനാ അത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? ആരെങ്കിലും കണ്ട് കാണില്ല. എന്തേ കാണിക്കണം? മനു, തമാശയാളെ. അത് ഡിലീറ്റ് ചെയ്യാൻ. ഡിലീറ്റ് ചെയ്യാൻ മനു. മനു മനു, ദേ മര്യാദക്ക് ഞാൻ പറയുന്ന അനുസരിച്ചോളണം. ഇല്ലെങ്കിൽ പലരുടെ മൊബൈലുകളിൽ ഇത് വരും. കാണേണ്ടവരും കാണേണ്ടാത്തവരും ഇത് കാണും. എന്തേ? മനു പ്ലീസ്, എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യരുത്. ശരി, ചെയ്യില്ല. പക്ഷേ ഞാൻ പറയുന്നിടത്തേക്ക് നീ വരേണ്ടി വരും. വരൂ? എന്തേ വരൂ? അവള് വരും മനു. ഞാൻ കണ്ടു മൊബൈലില്. കൊള്ളാം. അത് മാത്രമല്ല, എല്ലാം. അത് മതി. അവൾക്ക് സംശയമൊന്നുമില്ലല്ലോ. ഇല്ല. കള്ളൻ കൊച്ചു കിളം തന്നെയല്ലേ കിട്ടിയത്? ഫ്രഷ് അല്ലേടാ? എന്തായാലും നമുക്ക് നേരിട്ട് കാണാം. എന്താ അതുപോലെ? എനിക്കാണോടാ അമ്മ? അയ്യോടാ, ഇനി മോള് പൊയ്ക്കോ. പൊയ്ക്കോ. ഇനി ഇവൻ ശല്യം ചെയ്യോടാ? പറയടാ, ചെയ്യോടാ? ഇല്ല. പൊയ്ക്കോ, പൊയ്ക്കോ. പക്ഷേ ഇനി ആര് ശല്യം ചെയ്യുന്നു മോള് ചോദിച്ചില്ല. ചോദിക്കുമോളെ, ചോദിക്കുമോളെ, ചോദിക്കടേ. പേടിച്ചു പോയി പാവം. അയ്യേ, ഞാൻ ഇനി മോള് നമ്പർ മാറ്റുമോ?